ഉസ്താദുമാരെ, മറ്റ് നേതാക്കളെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ കളിക്കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ റബീഉൽ അവ്വലിൻ്റെ വേദിയിലാണല്ലോ. മുത്തുനബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് മേഖല നാം എടുത്തു പരിശോധിച്ചാലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം നമുക്ക് ബോധ്യപ്പെടും. അവിടുത്തെ കുടുംബജീവിതം നോക്കുകയാണെങ്കിൽ ലോകത്തെവിടെയും കാണാത്ത കുടുംബജീവിതം നയിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുത്തെ സാമൂഹിക ജീവിതം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സമൂഹത്തിന് യോജിച്ച രൂപത്തിൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ അവിടുന്ന് പ്രവർത്തിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്തിന് ഏത് മേഖലയിലും ആളുകളോടായാലും ഏറ്റവും നല്ല നിലയിൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപഴകി. സ്വന്തം ആളുകളോട് മാത്രമല്ല, ശത്രുക്കളോട് പോലും മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല നിലയിൽ പെരുമാറി. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൻ്റെ ഓരോ നിലയിലുള്ളവരോടും, മുനാഫിക്കീങ്ങൾ, പാവപ്പെട്ടവർ, ഭാര്യമാർ, മക്കൾ, പുതുവിശ്വാസികൾ, അങ്ങനെ പെരുമാറിയെന്ന് പറയുന്നുണ്ട്. ആ ഹബീബിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാഹിയത്ത് നമുക്ക് ബോധ്യപ്പെടും. നന്മയോട് യോജിക്കാത്ത ഒരു പ്രവർത്തനവും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവിതം നാം പരിശോധിക്കുമ്പോൾ എല്ലാ നിലയിലുമുള്ള പരിശുദ്ധി മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ചുംബനം കൊടുത്തുകൊണ്ട് പറഞ്ഞല്ലോ, വല്ലാത്ത ഒരു നന്മയാണ് അങ്ങേക്ക് ഉള്ളത്. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായിട്ടും അങ്ങേക്ക് വല്ലാത്ത സുഗന്ധമാണല്ലോ. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ആക്കപ്പെടുന്നുണ്ടോ എന്ന് ഒരു വിചിന്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. കുടുംബകലഹവും വർണ്ണങ്ങളുടെയും ജാതിയുടെയും പേരിലുള്ള അസമത്വങ്ങൾ, സാമ്പത്തികമായ ഉച്ചനീചങ്ങൾ, രാഷ്ട്രീയ അരാജകത്വങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ മനുഷ്യനെന്ന് മാത്രമല്ല കഴിയാതെ വരുന്ന അവസ്ഥയിലേക്ക് ഹബീബിൻ്റെ ജീവിതത്തിൽ നിന്ന് പകർത്തേണ്ടതുണ്ട്. അതിനെ പിന്തുടരണം. അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നിന്ന് നന്മകൾ ആവാഹിച്ചെടുക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.